മക്കളെ, വെൽക്കം ബാക്ക് ടു വിങ്സ് അക്കാഡമി. മൈസെൽഫ് നെഹന. അപ്പോ നമ്മൾ ഇന്ന് ഇംഗ്ലീഷിന്റെ പുതിയൊരു ചാപ്റ്റർ ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു ചാപ്റ്റർ നോക്കിയാലോ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ, എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് ബൈ ഗബ്രിയൽ ഗാർസിയ മാർക്കസ്. അപ്പൊ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ മിസ് നിങ്ങളെ ബോറടിപ്പിക്കാൻ വേണ്ടി കുറെ ചാപ്റ്ററെ പറ്റി കുറെ കാര്യങ്ങളൊന്നല്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പോയിന്റ് വൈസ് ആയിട്ടുള്ള ഒരു സമ്മറിയാണ് മിസ് ഇന്നിവിടെ പറയാനായിട്ട് പോണത്. നമുക്ക് നേരെ അപ്പോ ചാപ്റ്ററിലോട്ട് പോവാം. നോക്കിയേ, എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ്. എന്താണ് ഈ എനോമസ് വിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിൽ നിങ്ങൾക്ക് ഒരു ഓൾഡ് മാനെ കാണില്ലേ, അയാളുടെ ബാക്കിൽ രണ്ട് വിങ്സ് കണ്ടോ? വിങ്സ് പറഞ്ഞാൽ എന്താണ്? രണ്ട് ചിറകുകൾ, ഒരു വലിയ ചിറകുള്ള ഒരു മാന്റെ കഥയാണ് നമ്മൾ ഇന്നിവിടെ പറയാനായിട്ട് പോണത്. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓദറിനെ ഒന്ന് പരിചയപ്പെടാം. എല്ലാവരും ഏത് ചാപ്റ്റർ പഠിക്കുമ്പോഴും ഓദറിനെ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇത് എഴുതിയേക്കുന്നത് ഗബ്രിയൽ ഗാർസിയ മാർക്കസ് ആണ്. പിന്നെ ഇതിലൊരു തീമാണ് മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത്. എന്താണ് മാജിക്കൽ റിയലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, നിങ്ങൾ ആ ഒരു വേർഡ് പോലെ തന്നെ മാജിക്കൽ റിയലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാജിക് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് അറിയാലോ, റിയൽ എന്ന് പറഞ്ഞാൽ എന്താണ് അറിയാം. അപ്പൊ ഇതിന് രണ്ടും കൂടി ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്തെന്ന് പറയുന്നത്, മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നേരെ ചാപ്റ്ററിലോട്ട് പോയാലോ. ചാപ്റ്ററിലോട്ട് പോവാം. ഓക്കെ, നോക്കാം. The light was weak even at noon. അതായത് നൂൺ ടൈം എന്നാണ് നിങ്ങൾക്കറിയാം, ഉച്ച സമയമായിട്ട് പോലും അവിടെ എന്താണ്, ലൈറ്റ് ഭയങ്കര വീക്ക് ആയിരിക്കുകയാണ്. അതായത് ഈ ലൈറ്റ് ഒക്കെ കുറവാണെന്നാണ് പറയുന്നത്. Pelayo saw something moving and groaning in the rear of the courtyard. അതായത് പെലായോ എന്ന് പറയുന്നത് ഇതില് ഒരു ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ആണ്. പെലായോ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ആണ്. ഓക്കെ, അപ്പൊ പെലായോ ഇയാളുടെ കോർട്ട്യാർഡ് എന്ന് വെച്ചാൽ എന്താണ്, ഈ നടുമുറ്റം എന്നൊക്കെ പറയില്ലേ നമ്മ, അവിടെ എന്തോ ഇങ്ങനെ മൂവ് ചെയ്യണതും ഇങ്ങനെ മുരള എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു സൗണ്ട് കേൾക്കാണ്. അപ്പോ ഇയാൾ പോയി നോക്കുമ്പോ he approached closer and saw an old man laying face down in the mud. The old man had enormous wings which prevented him from getting up. അപ്പൊ ഇയാൾ അങ്ങോട്ട് ചെന്നപ്പോ അവിടെ എന്തിനെ കാണാണ്, ഒരു ഓൾഡ് മാൻ, ഒരു വയസ്സായ ഒരാളെ കാണാണ്. ഓക്കെ, പക്ഷെ ഈ ഓൾഡ് മാൻ ഒരു പ്രത്യേകത ഉണ്ട്. അയാൾക്ക് എന്താണുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു എനോമസ് വിങ്സ്, ഒരു വലിയ വിങ്സ് ഉണ്ട്, ഒരു വലിയ രണ്ട് ചിറകുകൾ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇയാൾ എന്താണ്, അവിടെ മഡിൽ ഇങ്ങനെ, ഒരു ചെളിയിൽ ഇങ്ങനെ ഭയങ്കര അകപ്പെട്ട് കിടക്കുകയാണ്. ഈ വിങ്സ്, ഇയാളുടെ വിങ്സ് ആ ചെളിയിലായതുകൊണ്ട് ഇയാൾക്ക് എണീക്കാനും പറ്റണില്ല. Pelayo was frightened by the sight. He ran to get his wife Elisenda. അപ്പോ അടുത്ത പെലായോയുടെ വൈഫിന്റെ പേരാണ് എലിസണ്ട എന്ന് പറയുന്നത്. Elisenda was putting compresses on their sick child when Pelayo arrived. അപ്പോ പെലായോ എന്താണ്, ഇപ്പൊ നിങ്ങളായാലും ഇപ്പൊ നമ്മൾ സാധാരണ ഒരു മനുഷ്യനെ കണ്ടാൽ നമ്മൾ പേടിക്കോ? ഇല്ല. പക്ഷെ ഒരു മനുഷ്യന് ചിറക് വരാന്ന് പറയുന്നത് ഒരു റിയൽ ആയിട്ടുള്ള ഒരു സംഭവമാണോ? അല്ല. അല്ലെ, റിയൽ ആയിട്ടുള്ള കാര്യമാണോ? അല്ല. അപ്പൊ ഇവിടെ ആ ഒരു ചിറകുള്ള ആ ഒരു മനുഷ്യൻ, ആ ഒരു ഓൾഡ് മാനെ കാണുമ്പോ പെലായോ പേടിച്ച് നേരെ ആരെടുത്തോട്ട് പോവാണ്, വൈഫിന്റെ അടുത്തോട്ട് പോവാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ എലിസണ്ട എന്താണ്, ഇവര് രണ്ടുപേരും കുട്ടിക്ക് എന്താണ് വയ്യാതിരിക്കുകയാണ്. അപ്പൊ അതിനെ നോക്കുകയായിരുന്നു. ഓക്കെ, Pelayo took Elisenda to see the old man with wings. The old man was dressed in the rags and looked pitiful. His wings were dirty and half plucked. അപ്പൊ പെലായും എലിസന്റെയും എങ്ങോട്ട് ചെല്ലാണ്, നമ്മുടെ ഓൾഡ് മാന്റെ അടുത്തോട്ട് ചെല്ലാണ്. അപ്പൊ ഓൾഡ് മാൻ എന്താണ്, ഡ്രസ്സ് ഇങ്ങനെ കീറി പറഞ്ഞ പോലത്തെ ഡ്രസ്സുകളൊക്കെയാണ് ഇട്ടേക്കണത്. മാത്രല്ല എന്താ, ഇയാളെ കാണാൻ ഭയങ്കര ഒരു പിറ്റിഫുൾ, നമുക്ക് ഭയങ്കര ദയ തോന്നും ഇയാളെ കാണുമ്പോൾ. അത് മാത്രല്ല, ഇയാളുടെ വിങ്സ് എന്താണ്, പകുതി ഇങ്ങനെ പ്ലക്ക് ചെയ്ത പോലെ, അതായത് പകുതി ഇല്ല, വിങ്സ് എന്തില്ല, പകുതി ഇല്ല, കുറെ അധികം ചിറകുകളൊന്നും അതിലില്ല. ഓക്കെ, അപ്പൊ ഇതാണ് ഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പൊ ഇതിലെ പ്രധാനപ്പെട്ട രണ്ട് ക്യാരക്ടേഴ്സ് ആണ് പെലായോ, എലിസണ്ട, പിന്നെ ഓൾഡ് മാൻ. ഓക്കെ, അടുത്തത് നോക്കാം. They spoke to him and he replied in an incomprehensible dialect. അതായത് അവർ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഓൾഡ് മാനോട് സംസാരിക്കുന്നുണ്ട്, പക്ഷെ അയാൾ തിരിച്ച് സംസാരിക്കണ ഭാഷ ഇതൊന്നും അവർക്ക് മനസ്സിലാവണില്ല. ഓക്കെ, a neighbor woman saw the old man and declared him an angel. She believed he was coming for the child but was knocked down by the rain. അപ്പോ അവിടെ ഒരു നൈബർ വുമൺ, ഒരു അയൽവാസി സ്ത്രീ പറയാണെന്ത്, ആ ഒരു വിങ്സ് ഉള്ള ആൾ എന്താണ്, ഒരു ഏഞ്ചൽ ആണ്. നമ്മളെല്ലാരും മനസ്സിൽ എന്താണ്, വിങ്സ്, ചിറകുകൾ ഉണ്ടെന്ന് പറയുമ്പോ എന്താണ്, ഏഞ്ചലിന്റെ രൂപമാണ് എപ്പോഴും മനസ്സിലോട്ട് വരാം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് പറയാണ്, അതൊരു ഏഞ്ചൽ ആണെന്ന് പറയാണ്. അപ്പൊ ഈ ഒരു കുട്ടി ഇവിടെ വയ്യാതെ കിടക്കുകയാണ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ. അപ്പൊ ഈ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഇത് വന്നത്. മഴ വന്നപ്പോ അതിന്റെ ഇടയിൽ പെട്ട് അടിയിലോട്ട് വീണതാണെന്നാണ് ആര് പറയാ, നമ്മുടെ ആ ഒരു നെയ്ബർ പറയണത്. ന്യൂസ് സ്പ്രെഡ് ക്വിക്ലി അബൌട്ട് ദി ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഏഞ്ചൽ. അപ്പൊ എന്താണ്, ആ ഒരു ഏഞ്ചലിന്റെ ആ ഒരു ന്യൂസ് എല്ലായിടത്തും പരക്കാണ്.
ആ ഒരു വില്ലേജിൽ എല്ലായിടത്തും എന്തിന്റെ കാര്യം പരക്കാണ്, ആ ഒരു ഏഞ്ചലിന്റെ ന്യൂസ് പരക്കാണ്. പെലായോ ലോക്ക് ദി ഏഞ്ചൽ ഇൻ എ ചിക്കൻ കൂപ്പ്. അതായത് നമ്മുടെ പെലായോ എന്ത് ചെയ്യാണ്, ഈ ഒരു ഏഞ്ചലിനെ ചിക്കൻ കൂപ്പ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ഒരു കോഴിക്കൂട് എന്നൊക്കെ പറയില്ലേ, അതിനാണ് ചിക്കൻ കൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ആരെ ലോക്ക് ചെയ്തിട്ടാണ്, ഏഞ്ചലിനെ ലോക്ക് ചെയ്തിട്ടാണ്. ദി ചൈൽഡ് റിക്കവേർഡ് ഫ്രം illness, Pelayo and Elisenda decided to set the angel adrift. അപ്പോൾ എന്താ പറയണ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചൈൽഡ് എന്ത് ചെയ്യാണ്, ആ ഒരു ഇൽനെസ്സിൽ നിന്ന് പുറത്തോട്ട് റിക്കവർ ചെയ്യാണ്. ഒരു അസുഖം വരേണ്ട ആ ഒരു അസുഖത്തിൽ നിന്ന് നമ്മുടെ ചൈൽഡ് റിക്കവർ ആവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പെലായോയും എലിസന്റെയും എന്ത് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്, ഏഞ്ചലിനെ അവിടെ തന്നെ നിർത്താനായിട്ട് തീരുമാനിക്കുകയാണ്. പക്ഷെ ഇവര് ഏഞ്ചലിനെ ട്രീറ്റ് ചെയ്യുന്ന രീതി, ഒരു മനുഷ്യൻ എന്നുള്ള ഒരു പരിഗണന ആർക്കും കൊടുക്കണില്ല, നമ്മുടെ ഏഞ്ചലിന് കൊടുക്കണില്ല. ഇപ്പൊ തന്നെ കണ്ടില്ല, ആ ഒരു ചിക്കൻ കൂപ്പിലാണ് അതിനെ താമസിപ്പിക്കുന്നത്. അതായത് എന്താ, ചിറകുള്ളതുകൊണ്ട് അത് എന്താണെന്ന് വിചാരിക്കാണ്ട് ഒരു മനുഷ്യനല്ല, വേറൊരു ക്രീച്ചർ ആണെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ താമസിപ്പിക്കുന്നത്. However, the neighborhood gathered, treating the angel like a circus animal. People tossed food to the angel through the coop openings. They seemed to view him as an entertainment rather than an supernatural being. അപ്പോ ഇവിടെ എന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെയ്ബർഹുഡ്, ഇപ്പൊ എന്തെങ്കിലും ഒരു സംഭവം, ഇപ്പൊ നിങ്ങളുടെ വീട്ടിലാണ്, നിങ്ങൾക്ക് അത് പരിചയമായിരിക്കും. നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കണമെങ്കിൽ വേഗം അയൽവാസികൾ എല്ലാവരും കൂടി വരും. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ എന്താണ്, കുറച്ച് അത്ഭുതകരമായ ഒരു മനുഷ്യനാണ് വന്നേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും എങ്ങോട്ട് വരികയാണ്, നമ്മുടെ ഈ ഒരു പെലായുടെയും എലിസന്റെയും വീട്ടിലോട്ട് വരികയാണ്. ഓക്കെ, പിന്നെന്താ, ആ ഒരു ഏഞ്ചലിനെ ട്രീറ്റ് ചെയ്തിരുന്നത് എങ്ങനെയായിരുന്നു, ഒരു സർക്കസ് അനിമലിനെ പോലെയാണ് ട്രീറ്റ് ചെയ്തിരുന്നത്. ഒരു മനുഷ്യനാണെന്നുള്ള പരിഗണന കൊടുത്തിരുന്നില്ല. എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിരുന്നത്, ഒരു സർക്കസ് അനിമലിനെ പോലെയാണ് ട്രീറ്റ് ചെയ്തിരുന്നത്. അപ്പോ എന്താണ്, വെറുതെ ആ ഒരു ഏഞ്ചലിന് എന്ത് ചെയ്യും, വെറുതെ ഫുഡൊക്കെ ഇങ്ങനെ വലിച്ചെറിഞ്ഞ് കൊടുക്കുക. നമ്മൾ ഈ മൃഗശാലയിലൊക്കെ പോകുമ്പോൾ മൃഗങ്ങൾക്ക് എന്ത് ചെയ്യും, നമ്മളിങ്ങനെ കയ്യിലുള്ള ഫുഡ് അങ്ങനെ എന്തെങ്കിലും കൊടുക്കൂലേ, അതേപോലെ ഫുഡ് വലിച്ചെറിഞ്ഞ് കൊടുക്കുക, അങ്ങനെയൊക്കെയാണ് ഇവർ ചെയ്യണത്. ഓക്കെ, they seemed to view him as an entertainment rather than a supernatural being. അപ്പൊ എന്താണ്, ഒരു സൂപ്പർ നാച്ചുറൽ ബീയിങ്ങുള്ള ഒരു കൺസേൺ അല്ല കൊടുക്കണത്, ഒരു എന്റർടൈൻമെന്റ്. ഇപ്പൊ നമ്മൾ എന്താണ്, ഇപ്പൊ നമ്മൾ മൂന്നാർ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ കുറെ കുരങ്ങന്മാരുണ്ടാവില്ലേ. അപ്പൊ ഈ കുരങ്ങന്മാർക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കയ്യിലുള്ള ഫുഡ് കൊടുക്കുമ്പോൾ അവർ വന്ന് തട്ടിപ്പറിച്ച് കൊണ്ടുപോകും അല്ലെ, അങ്ങനെയാണ്. അപ്പൊ ഇവിടെയും എന്താണ്, നമ്മൾ എന്റർടൈൻമെന്റ് ആയിട്ടാണ് കാണുന്നത് അല്ലെ. നമുക്കൊരു അനിമൽ എന്ന് പറയുന്ന സംഭവം ചില സമയത്ത് നമുക്ക് അവർക്ക് കൊടുക്കാറില്ല. അപ്പൊ അതേപോലെ തന്നെ ഒരു സൂപ്പർ നാച്ചുറൽ ബീയിങ് ആയിട്ടുള്ള ഒരു കൺസേൺ ആർക്കും ഇവിടെ കൊടുക്കണില്ല, നമ്മുടെ ആ ഒരു ഓൾഡ് മാൻ ഇവര് കൊടുക്കണില്ല. News of the captive angel spread quickly. The courtyard became crowded like a marketplace. അപ്പോ ഈ ഒരു ഏഞ്ചലിന്റെ കാര്യം എന്താണ്, ഭയങ്കരമായിട്ട് പരക്കാണ്. ആ ഒരു വില്ലേജും വേറെ വില്ലേജിലൊക്കെ എന്താണ് ഭയങ്കരമായിട്ട് ഈ ഒരു ഏഞ്ചലിന്റെ ഒരു ന്യൂസ് പരക്കാണ്. അപ്പോ ദി കോർട്ട്യാർഡ് ബിക്കെയിം crowded like a market place. അതൊരു മാർക്കറ്റ് പ്ലേസ്, ഒരു ചന്ത പോലെ എന്താണ്, ആൾക്കാരോട് ഒത്തുകൂടാണ്. പെലായോ ആൻഡ് എലിസണ്ട fenced in the yard and charged admission. അപ്പോ ഇവിടെ എന്താ പറയണ വെച്ചിട്ടുണ്ടെങ്കിൽ എലായും എലിസന്റെയും കൂടി എന്ത് ചെയ്യാണ്, അവിടെ ഒരു മതില്, നമ്മൾ ഈ വേലി കെട്ടാ മതിൽ കെട്ടാന്നൊക്കെ പറയില്ല, അതേപോലെ മതില് കെട്ടാണ്. പിന്നെ ഈ ഏഞ്ചലിനെ കാണാൻ വേണ്ടി ഇവർ എന്ത് ചെയ്യാണ്, ഒരു ഫീസ് ഈടാക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ഡോക്ടേഴ്സിനെ കാണാൻ, വലിയ വലിയ ഗുരുക്കന്മാരെ കാണാനൊക്കെ എന്താണ്, ചില ആൾക്കാർ എന്ത് ചെയ്യും, എൻട്രി ഫീസ് വെക്കും. അതേപോലെ തന്നെ ഒരു എൻട്രി ഫീസ് ആർക്ക് വെക്കാണ്, നമ്മുടെ ഏഞ്ചലിന് ഒരു എൻട്രി ഫീസ് വെക്കാണ്. പീപ്പിൾ കെയിം ഫ്രം ഫാർ എവേ ടു സീ ദ ഏഞ്ചൽ. പെലായോ ആൻഡ് എലിസണ്ട ബിക്കെയിം വെൽത്തി. അപ്പൊ പീപ്പിൾ എന്താണ്, കുറെ ദൂരത്തുനിന്നാണ് ഈ ഒരു ഏഞ്ചലിനെ കാണാനായിട്ടൊക്കെ വരുന്നത്. ഇപ്പൊ ചില ക്ഷേത്രത്തിലോട്ടൊക്കെ എന്താണ്, കുറെ ദൂരത്തുനിന്ന് ആൾക്കാർ വരും അല്ലെ. അപ്പൊ അതേപോലെ തന്നെ ഈ ഒരു ഏഞ്ചലിനെ കാണാൻ എന്ത് ചെയ്യാണ്, കുറെ ദൂരത്തുനിന്ന് ആൾക്കാർ വരികയാണ്. അങ്ങനെ പെലായും എലിസന്റെയും എന്താണ്, വെൽത്തി ഫാമിലി ആവാണ്, അതായത് ഭയങ്കര കാശുകാരാവാണ്. The angel was patient and indifferent. He ate only eggplant mush. He tolerated the hens pecking at him. അതായത് ഏഞ്ചൽ എന്തായിരുന്നു, അപ്പോഴും ഭയങ്കര പേഷ്യന്റ്, ഒരു സമാധാനപൂർവ്വമായിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു എന്തിന്റെ, നമ്മുടെ ഒരു ഓൾഡ് മാന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അത് മാത്രല്ല, ഹി ഏറ്റ് ഓൺലി എഗ് പ്ലാന്റ്. എഗ് പ്ലാന്റ് എന്ന് വെച്ചാൽ എന്താണ്, ഈ വഴുതന എന്ന് പറയുന്നത്, അതാണ് എഗ് പ്ലാന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അത് മാത്രമേ ആര് കഴിക്കുള്ളൂ, നമ്മുടെ ഈ ഒരു ഏഞ്ചൽ കഴിക്കുള്ളൂ. അപ്പൊ എന്താണ്, അവിടെയുള്ള കോഴിക്കൂട്ടിലാണ് കിടക്കുന്നത്. അപ്പൊ ആ കോഴികൾ എപ്പോഴും എന്ത് ചെയ്യും, കൊത്തൊക്കെ ചെയ്യും. പക്ഷെ അതൊക്കെ ആര് സഹിച്ചിരിക്കുകയാണ്, നമ്മുടെ ഏഞ്ചൽ സഹിച്ചിരിക്കുകയാണ്. A traveling show arrived with a woman turned into a spider. Admission to see her was cheaper than seeing the angel. People flocked to see the spider woman. അപ്പോ ആ ഒരു സമയത്ത് അവിടെ ഒരു ട്രാവലിംഗ് ഷോ, അതായത് ട്രാവലിംഗ് ഷോ എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിൽ പോയി ട്രാവൽ ചെയ്ത് ഷോ നടത്തുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു ട്രാവലിംഗ് ഷോ വരികയാണ് അവിടെ. അപ്പൊ ഈ ഒരു ട്രാവലിംഗ് ഷോക്ക് എന്താണ്, നമ്മുടെ ഒരു ഏഞ്ചലിനെ കാണുന്നതിനും എന്താണ്, ഫീസ് കുറവായിരുന്നു അത് കാണാനായിട്ട്. അപ്പൊ കുറെ ആൾക്കാർ ഇങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി. ബാക്കി നോക്കാം.
They built, ഇവിടെ they എന്ന് പറയുന്നത് പലായോയും എലിസന്റെയാണ്, built a two-story mansion with balconies and gardens. Pelayo set up a rabbit warren and quit his job. Elisenda bought luxurious clothes and shoes. അപ്പൊ അവരെന്ത് ചെയ്യാണ്, ഈ ഒരു എൻട്രി ഫീസിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ഇവർ എന്ത് ചെയ്യാണ്, ഒരു വലിയൊരു മാളിക, 2 നിലത്തിലുള്ള ഒരു കെട്ടിടം പണിയാണ്. മാത്രല്ല അയാൾ എന്താണ്, അയാളുടെ ജോലി വിട്ട് പുതിയൊരു ജോലി തുടങ്ങി. നമ്മുടെ എലിസന്റെ എന്താണ്, ലക്ഷറിയസ് ആയിട്ടുള്ള ഡ്രസ്സും ഷൂസ് ഒക്കെ മേടിച്ചു. ഓക്കെ. The chicken coop was neglected and smelled bad. ആ ഒരു സമയത്തും അവർക്ക് എന്ത് ചെയ്യാനായിട്ട് തോന്നിയില്ല, ആ ഒരു ചിക്കൻ കൂപ്പ് ഒന്ന് പുതുക്കി പണിയാനായിട്ട് ഇവർക്ക് തോന്നിയില്ല. അപ്പൊ അവിടെ എന്താണ്, അത് ആകെ ചീറ്റായി. അവിടെ എന്ത് വരാൻ തുടങ്ങി, ബാഡ് സ്മെല്ല് വരാൻ തുടങ്ങി. The child would play near the coop. Despite initial warnings, the angel was left to suffer in the coop. അപ്പൊ എന്താണ്, ആകെ അങ്ങോട്ട് പോണത്, ആ ഒരു ചിക്കൻ കൂപ്പിന്റെ അങ്ങോട്ട് പോണത് ആരാണ്, അവിടെയുള്ള ഒരു കുട്ടിയില്ലേ, പെലായുടെയും എലിസന്റെയും കുട്ടി ഉണ്ടാവും. ഈ ഒരു കുട്ടി മാത്രമാണ് അങ്ങോട്ട് പോണത്. ഓക്കെ. അപ്പോ ഇവര് രണ്ടുപേരും എന്താണ്, കളിക്കാറൊക്കെ ഉണ്ട്. ആര് രണ്ടുപേരും, നമ്മുടെ ഒരു ഏഞ്ചലും ഈ ഒരു കുട്ടിയും കൂടിയും. ഓക്കെ, ബാക്കി നോക്കാം. The child and Angel got chicken pox. A doctor examined Angel and found unusual sounds in his heart and kidneys. The doctor was fascinated by the Angel's wings. അപ്പോ ഇവിടെ നോക്കാം, ചൈൽഡിനും ഏഞ്ചലിനും ഒരുമിച്ച് എന്ത് അസുഖം വരികയാണ്, ചിക്കൻ ബോക്സ് വരികയാണ്. എന്താണ് അസുഖം വരുന്നത്, ചിക്കൻ ബോക്സ് ഒരുമിച്ച് വരികയാണ്. കാരണം ഇവർ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാറുള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് ഒരു അസുഖം വരികയാണ്. അപ്പൊ ഡോക്ടർ നോക്കാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പൊ ഡോക്ടർ നോക്കാൻ വേണ്ടി വരുമ്പോ ഏഞ്ചലിനെ നോക്കിയിട്ട് പറയാണ്, എന്ത്, ഏഞ്ചൽ എക്സാമിൻ ചെയ്തിട്ട് പറയാണ്, ഇയാളുടെ ഹാർട്ടിൽ നിന്ന് കിട്ടിയെന്നൊക്കെ എന്താണ് ഒരു സൗണ്ട് വരുന്നുണ്ട്. പിന്നെ ഡോക്ടർ ഭയങ്കരമായിട്ട് ഇങ്ങനെ കാണുമ്പോ ഇങ്ങനെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുന്നുണ്ട്. അതിന്റെ കാരണം എന്താണ്, ആ ഒരു വിങ്സ് എങ്ങനെ വന്നു എന്നാണ് അത്ഭുതപ്പെടുന്നത്. ആ ഒരു ചിറക് അവിടെ എങ്ങനെ വന്നു എന്നാണ് അത്ഭുതപ്പെടുന്നത്. The chicken coop collapsed due to sun and rain. The angel became weak, foggy-eyed and had a temperature. The Pelayo and Elisenda became alarmed for his health. അപ്പൊ ഈ ഒരു ചിക്കൻ കൂപ്പ് എന്താണ്, റെയിനും അതായത് മഴയും സൂര്യന്റെ വെയിലൊക്കെ കണ്ട് ഈ ചിക്കൻ കൂപ്പ് ആകെ കൊളാപ്സ് ആവാണ്, ആകെ നാശമാവാണ്. ദി ഏഞ്ചൽ ബിക്കെയിം വീക്ക്, ഏഞ്ചലും അതിന്റെ കൂടെ എന്തായിക്കൊണ്ടിരിക്കുകയാണ്, വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഹാഡ് എ ടെമ്പറേച്ചർ. അപ്പൊ എന്താണ്, അയാളുടെ കണ്ണൊക്കെ ഇങ്ങനെ ഫോഗി ഐഡായി. മാത്രമല്ല അയാളുടെ എന്താ ടെമ്പറേച്ചർ, അതായത് പനി വരുന്ന പോലെയൊക്കെ ഉണ്ട് അയാൾക്ക്. ഓക്കെ. അപ്പൊ ആ ഒരു സമയത്ത് എലിസന്റേക്കും പെലായോയ്ക്കും എന്തായി, ഒരു പേടി വരാണ്, എന്തെങ്കിലും പറ്റൂ എന്നുള്ളൊരു പേടി ആർക്ക് വരാണ്, നമ്മുടെ പെലായോയ്ക്കും എലിസന്റേക്കും വരാണ്. He survived the winter and improved with sunny days. He remained motionless for several days. New feathers began to grow on his wings. അപ്പൊ എന്താണ്, അയാൾ ആ ഒരു വിന്റർ സർവൈവ് ചെയ്തു. പിന്നെ എന്താ, പക്ഷെ കുറച്ച് നാളെ അയാൾ എന്താ, കുറച്ച് മോഷൻലെസ് ആയിരുന്നു. എന്നെ സംസാരിക്കേ അവിടെ നിന്ന് എണീറ്റ് പോവാ, അങ്ങനെ ഒന്നുമില്ല, ഭയങ്കര മോഷൻലെസ് ആയിരുന്നു. ഇയാളുടെ വിങ്സിൽ പുതിയ എന്താണ്, ഫെദേഴ്സ് വരാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. He seemed to be recovering slowly. His feathers looked like those of a scarecrow. അപ്പൊ എന്താണ്, അയാളുടെ എന്താ പയ്യെ റിക്കവർ ആനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ പിന്നെ ഇയാൾ പറഞ്ഞൊരു കാര്യമാണ്, ഇയാളുടെ ഫെദേഴ്സ് എന്താണ്, ലൈക്ക് ഒരു കോലം പോലെ ആയി എന്നാണ് പറയുന്നത്. ഓക്കെ. സ്കെയർ ക്രോ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോലം എന്നാണ്. എലിസണ്ട saw the angel attempting to fly. His initial efforts were clumsy. അപ്പൊ എലിസന്റെ ഇടയ്ക്ക് എന്ത് കാണുന്നുണ്ട്, ഈ ഏഞ്ചൽ പറന്നു പോവാൻ നോക്കണ പോലെ കാണുന്നുണ്ട്. എന്ത് കാണുന്നുണ്ട്, പറന്നു പോവാൻ നോക്കണ പോലെ കാണുന്നുണ്ട്. പക്ഷെ അയാൾക്ക് അത് പറ്റണില്ല. The angel managed to lift off the ground. Elisenda felt relieved. അപ്പൊ ഏഞ്ചൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഗ്രൗണ്ടിൽ നിന്ന് മുകളിലോട്ട് പറക്കാനായിട്ട് ആര് നോക്കുന്നുണ്ട്, ഏഞ്ചൽ നോക്കുന്നുണ്ട്. എലിസണ്ട watched the angel fly away. അപ്പൊ അങ്ങനെ ഒരു ദിവസം നമ്മുടെ ഏഞ്ചലിന് എന്ത് ചെയ്യാനായിട്ട് പറ്റാണ്, അവിടെ നിന്ന് പറന്നു പോവാനായിട്ട് പറ്റാണ്. She kept watching until he was no longer visible. He became a distant dot on the horizon. അപ്പൊ ഇതാണ് ഇതിന്റെ ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്നത്. അപ്പൊ എലിസണ്ട നോക്കി നിൽക്കുക, ആര് പറന്നു പോവാണ്, നമ്മുടെ ഏഞ്ചൽ പറന്നു പോവാണ്. അപ്പൊ ഇയാൾ പറന്നു പോയി ഒരു ഡോട്ട് ആവണ വരെ ഇവള് നോക്കി നിൽക്കുകയാണ്. ഒരു ഹൊറിസോൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ചക്രവാളം എന്നൊക്കെ പറയില്ലേ നമ്മ. ഓക്കെ. അപ്പൊ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഡോട്ട് ആവണ വരെയും ആ ഒരു അനന്തതയിലോട്ട് പോണ വരെയും ആര് നോക്കി നിൽക്കുകയാണ്, നമ്മുടെ എലിസണ്ട നോക്കി നിൽക്കുകയാണ്. അത് പറന്നു പൊക്കോട്ടെ എന്നുള്ള രീതിയിൽ എലിസണ്ട എന്ത് ചെയ്യാണ്, നോക്കി നിൽക്കുകയാണ്. ഓക്കെ. അപ്പോ നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ ഓക്കെ ആയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്താൽ മതി. ഇതേപോലെ തന്നെ എല്ലാ സബ്ജക്റ്റിന്റെയും, ഇംഗ്ലീഷ് ആയാലും വേറെ ഏത് സബ്ജക്റ്റ് ആയാലും എല്ലാത്തിന്റെയും ചാപ്റ്റർ വീഡിയോ നമ്മുടെ ഈ ഒരു ചാനലിൽ വരും. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, ബൈ, താങ്ക് യു.